ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തന്റെ പ്രഥമ അജപാലന പ്രബോധനമായ നവീകരണത്തിലൂടെ ശക്തീകരണം സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാട് പിതാവിനെ ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. 2024 ആഗസ്റ്റ് 22 മുതൽ 25 വരെ കൂടിയ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അജപാലന പ്രബോധനം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ അജപാലന പ്രബോധനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സംയോജിതമായി നടപ്പിലാക്കാൻ അഭിമന്യ പിതാക്കന്മാരും സമർപ്പിത സമൂഹങ്ങളുടെ അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വൈദികരും സമർപ്പിതരും വിശ്വാസികളും അവരോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു. ജനുവരി 7 നൈജീരിയയിലെ ഒനിഷയിലെ കത്തോലിക്ക അതിരൂപതയിൽ നിന്ന് 2 സന്യാസിനിമാരെ തട്ടിക്കൊണ്ടുപോയി. ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി മദർ ഓഫ് ക്രൈസ്റ്റ് സന്യാസിനി സമൂഹത്തിൽപ്പെട്ട സിസ്റ്റർ വിൻസെൻഷ്യ മരിയ നാൻകോയെയും സിസ്റ്റർ ഗ്രേസ് മാരിയറ്റ് അപ്റ്റോലിയെയുമാണ് തട്ടിക്കൊണ്ടുപോയത്. നൈജീരിയയിൽ വർഷങ്ങളായി പുരോഹിതന്മാരെയും സന്യാസിനിമാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ലക്ഷ്യം വെച്ചിട്ടുള്ള നിരവധി തട്ടിക്കൊണ്ടുപോകലുകൾ നടക്കുന്നു. ആക്രമണങ്ങൾ, മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകൽ, ചില സന്ദർഭങ്ങളിൽ കൊലപാതകം എന്നിവ ഇവിടെ വ്യാപകമാണ്. ബുർക്കിന ഫാസോയിൽ യുവജനങ്ങൾ സ്വന്തം സുരക്ഷ പോലും അപകടത്തിലാക്കി സെമിനാരിയിൽ പ്രവേശിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. തീവ്രവാദ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും അവർ തങ്ങളുടെ ദൈവവിളികളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ല. അക്രമം, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ എന്നിവ ഉണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതായി അന്താരാഷ്ട്ര കത്തോലിക്ക പാരിറ്റിയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ സമീപകാല റിപ്പോർട്ട് കണ്ടെത്തി. ഏകദേശം 40% വരുന്ന സെമിനാരി വിദ്യാർത്ഥികളിൽ പലരും രാജ്യത്തെ തീവ്രവാദികൾ കൂടുതൽ ലക്ഷ്യമിടുന്ന റെഡ് സോണുകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. 119ാമത് അമേരിക്കൻ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ 85% ക്രൈസ്തവർ. ഗവേഷക സംഘടനയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിലെ കത്തോലിക്ക പ്രാതിനിധ്യം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവരുടെ എണ്ണം ചെറുതായി കുറഞ്ഞു. കോൺഗ്രസിലെ 1.1% അംഗങ്ങൾ ഓർത്തഡോക്സ് ക്രൈസ്തവരാണ്. കോൺഗ്രസിന് ആകെ 535 വോട്ടിംഗ് അംഗങ്ങളുണ്ട്. അതിൽ 100 സെനറ്റർമാരും 435 പ്രതിനിധികളും ഉൾപ്പെടുന്നു. മൊത്തത്തിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ 85% ക്രൈസ്തവരാണ്. US ആസ്ഥാനമായുള്ള സുവിശേഷ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ 2025 ആഗോള റിപ്പോർട്ടിൽ ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യ റൊസാരിയോ മുറിലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം നിക്കരാഗുവയിലെ കത്തോലിക്ക സഭയെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ശത്രുവായി കണക്കാക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. 2025 ജനുവരി 3 പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ പെർസിക്യൂഷൻ ഇൻഡെക്സിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. 20 രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനത്തെക്കുറിച്ച് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.